അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഅല്ലംന സുംത കമാ തഅല്ലംനൽ കലാം, നീ സംസാരിക്കാൻ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ നീ മിണ്ടാതിരിക്കാനും പഠിക്കണമെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നല്ല വിശ്വാസി നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, നല്ലത് മാത്രമേ പറയുകയുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ ഞാനെന്റെ ആമുഖത്തിൽ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആലോചിക്കുന്ന ആലോചനകളിൽ അധികവും ഒരു പ്രയോജനവുമില്ലാത്ത ആലോചനകളാണ്, ചിന്തകളാണ്, സംസാരങ്ങളാണ്. അതിൽ നന്മ കൽപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു നന്മ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പായ് സംസാരമല്ല. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്നാക്കാൻ വേണ്ടി മസ്ലഹത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പായ് വാക്കുകളല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്യാൻ കൽപ്പന വന്ന് കൽപ്പിച്ച ഒരു സംസാരമാണെങ്കിൽ, ചിന്തയാണെങ്കിൽ, ആലോചനയാണെങ്കിൽ അതും അങ്ങനെയല്ല. മറ്റുള്ളതിൽ അധികവും വായ് സംസാരങ്ങളാണ്, ചിന്തകളാണ് എന്നാണ് അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അത്തരം അനാവശ്യ സംസാരങ്ങൾ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിക്കപ്പെട്ടു, അയ്യു ശൈഇൻ അബ്വാബുൽ ഖൈർ, ഖൈറിന്റെ കവാടങ്ങൾ ഏതൊക്കെയാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ കുറെ കാര്യം റസൂൽ അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, വഖൈറും മിൻ ദാലിക സുംതു ഇല്ലാ ബിഖൈരിൻ, ഇതിനേക്കാളെല്ലാം ഉത്തമമായത് നീ നല്ല കാര്യത്തിനല്ലാതെ സംസാരിക്കാതിരിക്കലാണ്. ഒരു ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാതിരിക്കൽ അത് ഉത്തമമാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. റസൂൽ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, മൻ സ്വമത നജ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ, അനാവശ്യ വാക്കുകളിൽ നിന്ന് ആരെങ്കിലും മിണ്ടാതിരുന്നാൽ നജ, അവൻ വിജയിച്ചു എന്നാണ്. റസൂൽ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നുണ്ട്. അത് റസൂൽ പറഞ്ഞൊരു നിബന്ധന, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ കഴിയോ, എങ്കിൽ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും. മറ്റൊന്ന് അവയവത്തെ പറ്റിയും, ലൈംഗിക അവയവത്തെ പറ്റിയും റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാവ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമാണ്. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അൽ കലാമു കദ്ദാഇ കദ്ദവാഇ ഇൻ അഖലത മിൻഹു നഫ്ഉൻ വ ഇൻ അക്സർത മിൻഹു ഖത്ലു എന്ന് പറഞ്ഞാൽ സംസാരം ഒരു ഔഷധം പോലെയാണ്, ഒരു മെഡിസിൻ പോലെയാണ്. അത് അധികമായാൽ, അത് കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഉപകാരമുണ്ട്. അത് ഓവറായി പോയാൽ നിനക്ക് മരണം സംഭവിക്കും. അതുപോലെയാണ് സംസാരമെന്ന് അറബിയിൽ ഒരു പഴമൊഴി പറയാറുണ്ട്. ഉലമാക്കള് അവരുടെ കിതാബുകൾ എഴുതി വെച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ മൗനം, രണ്ടുപേര് തർക്കങ്ങൾ ഉണ്ടായി. ആ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ മൗനം ദീക്ഷിച്ചാല് അതിനെ പറ്റിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അലാമത്തുൽ അഖ്ല്, അത് ബുദ്ധിയുടെ അടയാളം. ബുദ്ധിയുള്ളവൻ കൂടുതൽ തർക്കിക്കാൻ നിൽക്കൂല. മുതിർന്നവരുടെ മുന്നിൽ മൗനം ദീക്ഷിക്കുമ്പോൾ, നമ്മുടെ ബാപ്പാന്റെ മുന്നിൽ, പാപ്പാന്റെ മുന്നിൽ, എളാപ്പയുടെ, മൂത്താപ്പയുടെ, നമ്മേക്കാൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാരുടെ മുന്നിൽ നമുക്ക് നല്ല ന്യായങ്ങളും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത്തരം ചില ഘട്ടങ്ങളിൽ നമ്മൾ മൗനം ദീക്ഷിക്കണം. പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ മുതിർന്ന തലമുറയിലുള്ള ആൾക്കാരൊക്കെ അവരുടെ പിതാക്കന്മാരോട് സ്വീകരിച്ച നിലപാടുകൾ അതായിരുന്നു. ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് കേവലം ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് പിതാവിനെ കാണുന്നത്. ആ പിതാക്ക് അതൊന്നല്ല നമ്മൾ വേണ്ട. ബഹുമാനം നമ്മൾ എപ്പോഴും, ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബഹുമാനം എപ്പോഴും നമ്മൾ നിലനിർത്തണം. മുതിർന്നവർക്ക് ഒരു ആദരവും ബഹുമാനമുണ്ട്, അത് നമ്മൾ നിലനിർത്തണം. നമ്മുടെ മുതിർന്ന ആൾക്കാരോട് അവരുടെ മുന്നിൽ നമ്മൾ മൗനം ദീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ ആദരിക്കലാണ്. മാതാപിതാക്കൾക്ക് മുന്നിൽ മൗനം ദീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കാരുണ്യമാണ്, സ്നേഹമാണത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മൗനം ദീക്ഷിച്ചാല് ഒരാള്, ഭാര്യയും ഭർത്താവും നമ്മൾ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കാൻ, ഒരാൾ മിണ്ടാതിരുന്നാലോ
വലിയ അകൽച്ച, ഒരു വേർപാട്, ഒരു കിച്ചണിൽ മാത്രം അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന ഒരു പ്രശ്നമായി മാറും. ഇല്ലെങ്കിൽ അത് കോടതിയിലേക്ക് വരെ എത്തുന്ന പ്രശ്നമായി ഉയർന്നു പോകും ഏതെങ്കിലും ഒരു കക്ഷി മൗനം ദീക്ഷിച്ചാൽ. അതുപോലെ കുടുംബത്തിനിടയിൽ മൗനം ദീക്ഷിക്കുന്നത് കൊണ്ട് അകൽച്ച ഇല്ലാതെയാകുന്നു, അതുപോലെ പിണക്കമില്ലാതെയാകുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൗനം ദീക്ഷിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന് ഒരു സംഭവം പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജ്യേഷ്ഠ സഹോദരങ്ങള് കൊണ്ടുപോയി കിണറ്റിലിടുന്നു. അവിടുന്ന് കച്ചവട സംഘം അവിടുന്ന് കൂട്ടി എടുത്തിട്ട് മിസ്രിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു. എന്നിട്ട് ആ കച്ചവട സംഘത്തിനോട് മിസ്രിലെ രാജാവ് വാങ്ങുന്നു, കൊട്ടാരത്തിൽ വളരുന്നു, ജയിലിൽ അടക്കപ്പെടുന്നു, സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ ജയിൽ മോചിതനാകുന്നു. എന്നിട്ട് ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം എത്തുന്നുണ്ട്. അങ്ങനെ അതിനിടയിലാണ് ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു മുന്നറിയിപ്പ് ലോക രാജ്യത്ത് വരുന്നത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുമ്പ് നാട് കടത്തി അല്ലെങ്കിൽ കിണറ്റിലേക്കിട്ട ആ സംഘം തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണത്തിന് എത്തുന്ന ഒരു ചരിത്രമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണത്തിനെത്തിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖുർആനിലെ സംഭവം പറയും, ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. എന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചാല്, തന്റെ അനുജനായ ബിന്യാമീൻ കൂട്ടത്തിലുണ്ട്. ആ ബിന്യാമീന്റെ ലഗേജില് ഭക്ഷണം അളന്നു കൊണ്ടുപോകുന്ന ലഗേജിന്റെ കൂട്ടത്തിൽ അളവ് പാത്രം ഇട്ടിട്ട് തന്റെ അളവ് പാത്രം കാണില്ല. ആരാണ് അളവ് പാത്രം എടുത്തത് അവനെ ഇവിടെ പിടിച്ചു നിർത്തണം, ബിന്യാമീനെ ഇവിടെ പിടിച്ചു നിർത്തണം. എന്നിട്ട് തന്റെ പിതാവിനെയും മാതാവിനെയും തന്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ട്രിക്കായിരുന്നു. അപ്പോൾ തന്റെ സഹോദരന്മാർ നേരത്തെ തന്നെ കിണറ്റിലിട്ട് തെറ്റിയ സഹോദരന്മാര് പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ മോഷ്ടിച്ചാല് ഞങ്ങൾക്കതിൽ നിന്നൊന്നും പറയാനില്ല. ബിന്യാമീന്റെ ലഗേജിൽ നിന്ന് ഈ അളവ് പാത്രം കിട്ടിയപ്പോൾ അവർ പറഞ്ഞതാ, ഇവൻ മോഷ്ടിക്കുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതമൊന്നുമില്ല. ഇവന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനുണ്ടായിരുന്നു, അവനും വലിയ മോഷ്ടാവായിരുന്നു എന്ന് പറഞ്ഞു. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഈ മന്ത്രിയെ പറ്റിയാണ്, ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയോടാണ്, അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് ഇത് അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ പറ്റിയാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം അദ്ദേഹം കാര്യം മനസ്സിലായിട്ടും അദ്ദേഹം അതിന് പ്രതികരിച്ചില്ല, രഹസ്യമായി ഗോപ്യമായി വെച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ ചില ഘട്ടങ്ങൾ നമുക്ക് മുന്നിൽ വരും. അങ്ങനെ ചില ഘട്ടങ്ങളിൽ നമ്മൾ പലതും മിണ്ടാതിരിക്കേണ്ടി വരും. ആ മിണ്ടാതിരിക്കൽ അത് വളരെ ഗുണകരമായ കാര്യമാണ്. അത് പലയിടത്തും അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും അതുകൊണ്ട് വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിത്നയുടെ വാതിലുകൾ നമ്മുടെ മിണ്ടാതിരിക്കൽ കൊണ്ട് അടക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിണക്കത്തിന്റെയും അകൽച്ചയുടെയും വാതിലുകൾ നമ്മുടെ മൗനം കൊണ്ട് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൗനം നമ്മൾ ഒരിക്കലും പരാജയമായിട്ട് കണ്ടുപോകരുത്. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തരുത്, അല്ലെങ്കിൽ അതിന് കഴിവുകേടായിട്ട് നമ്മൾ അതിനെ കാണരുത്. മറിച്ച് മൗനം എന്നത് അതിവിജയമാണോ, അത് മേന്മയാണ്, അത് ബുദ്ധിയാണ്, അത് പക്വതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.